ഇത് വലക്കാരി ഇടയ്ക്ക് എളുപ്പം എടുപ്പ് നടക്കത്തില്ല ഉണ്ടോ. ഒരു കച്ചവടക്കാരൻ വരുമെന്നും പറഞ്ഞ് വല കൂടുതലിട്ട് പിടിച്ച മീനാണ്. പക്ഷെ കച്ചവടക്കാരൻ വന്നില്ല. ഒരു മീനുണ്ട്, കരിമീനാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വലയിട്ടിട്ടുണ്ട്. നമുക്ക് ആ വലയൊന്ന് എടുത്തു നോക്കാം. മീൻ എന്തുമാത്രം ഉണ്ട്, എന്നൊക്കെ മീനുണ്ട്, നമുക്ക് പോയി നോക്കാം. നമ്മൾ ഇന്ന് വല കെട്ടിയിരിക്കുന്നത് കരയ്ക്കൊന്ന് ഈ പുല്ലേലാണ് നമ്മൾ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അയക്കാം. കുളം നേരെ ഇടണം. ഇത്രയും വല വലിച്ചിട്ടും മീനൊന്നും കണ്ടില്ല. നോക്കാം വലിച്ച്. വേണ്ടേ തുളി. വീണ്ടും വരുന്നുണ്ട്. അതും തൂളിയ, പെരുത്ത തൂളിയ. വീണ്ടും നമുക്ക് തൂളിയാണ്. ഇന്നത്തെ തൂളിയൊക്കെ നമുക്ക് ചത്തുപോയി, നമ്മൾ അഴുക്കായിട്ടില്ല. ഞാൻ ഇടയ്ക്ക് രാത്രിയിലൊന്ന് നോക്കിയായിരുന്നു വലയിട്ടിട്ട്, അപ്പം കുറച്ച് മീൻ കിട്ടിയായിരുന്നു. വീണ്ടും നമുക്ക് തൂളി വന്നിട്ടുണ്ട്. ഉപ്പിലെ ഉടക്കിപ്പിക്കുമായിരുന്നു. വേറെ ഒരു മീനുണ്ട്, കരിമീനാണ് കേട്ടോ. വേണ്ട ഉണ്ടോ. ഇവ നമ്മൾ വലിച്ച് തീരുകയാണ്. എറമ്പിലായി, നമ്മൾ അക്കരയിൽ വലിച്ച് നമ്മൾ ഇക്കര സൈഡിലായി. എറമ്പിലായത് കാരണം അപ്പടി അഴുക്കാണ് വല. അപ്പം നമ്മൾ വീട്ടിൽ കടയിൽ വന്ന് നമ്മുടെ പൂച്ചക്കുഞ്ഞ് വന്നിട്ടുണ്ട്. 2 സൈസ് കണ്ണുള്ള പൂച്ചക്കുഞ്ഞാണ്. രാമാ, രാമനോട് നമ്മൾ കൈ കൊണ്ട് ആംഗ്യം കാണിച്ചാൽ അവൻ കറക്റ്റ് അവൻ വരും. ഇങ്ങോട്ട് വരാൻ പറയുകയോ അങ്ങോട്ട് പോകാൻ പറയുകയൊക്കെ ചെയ്ത് ഈ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചാൽ മതി, പക്ഷെ പൊക്കോളൂ. അങ്ങനെ അയ്യോ, ദേഹത്ത് മുഴുവൻ ചെളിയാണല്ലോടാ. ഈ ചെളി എവിടുന്ന് പറ്റിച്ച് അപ്പടി അഴുക്കാ. കാലയിലൊക്കെ നോക്കിക്ക്, അഴുക്ക് കണ്ടോ. അങ്ങനെ നമ്മൾ കാലയിലൊക്കെ അഴുക്കെന്ന് പറഞ്ഞു കഴിയുമ്പം അശൻ നമ്മുടെ അടുത്തുനിന്ന് പോവും. നമുക്ക് ഈ മീനൊന്ന് എടുക്കാം. അപ്പം ഈ വിലയിലെ മീൻ നമ്മൾ മൊത്തം എടുത്തു കഴിഞ്ഞ് നമ്മൾ അപ്പുറത്തൊരു വലയുടെ നമ്മൾ ഇട്ടിട്ടുണ്ട്, അതിവിടെ നിന്ന് പോയി നോക്കാം. അപ്പം ഇന്ന് നമ്മൾ 2 വല ഇട്ടിട്ടുള്ളൂ. ഒരു വലിയ കണ്ണിയുള്ള വലയും ഒരു 70 mm ഒരു 50 mm. ഇനി 70 mm ആണ് നമ്മൾ വലിച്ചത്. ഇനി 50 mm വലയാണ് കിടക്കുന്നത്. അത് നമുക്ക് പോയി എടുക്കാം. നമ്മുടെ കൂട്ടുകാരൻ വലയിട്ടിട്ട് വന്ന് മീൻ എന്തുമാത്രം ഉണ്ടെന്നൊക്കെ ഒന്ന് നോക്കാൻ നമുക്ക്. ഞങ്ങളിന്ന് 2 വലയേ ഇട്ടുള്ളൂ.
ഞാൻ പിന്നെ ആ തെളിവ് ഇല്ല, അയാൾ വരുമെന്ന് പറഞ്ഞ പറ്റുമല്ലോ പറ്റൂ. 2-2.5 കിലോ മറ്റു പൊടിമീനുണ്ട്. അത്രയും വില കിട്ടുള്ളൂ. കനട്ട് എല്ലാം ഒത്തിരി ഇതുപോലെ ഒത്തിരി പിടിച്ചു വന്നു. കിട്ടിയ മീനാണ്. ഒരു കച്ചവടക്കാരൻ വരുമെന്നും പറഞ്ഞ് വല കൂടുതലിട്ട് പിടിച്ച മീനാണ്. പക്ഷെ കച്ചവടക്കാരൻ വന്നില്ല. ഇതൊക്കെയാണ് മത്സ്യത്തൊഴിലാളിയുടെ അവസ്ഥ. ഇതൊക്കെയാണ്. അപ്പൊ ഇനി ഇത് എങ്ങോട്ട് പോകുന്നു? അങ്ങോട്ട് പോയ ഞാൻ തൂളി കീറുവാണ്. തൂളി ഉണങ്ങാൻ പോവാണെന്നാണ് പറഞ്ഞത്. ഇപ്പൊ നല്ല വെയിലുള്ളത് കൊണ്ട് മതിയല്ലേ? 2 ദിവസം കൊണ്ട് സൂപ്പറായിട്ട് ഉണങ്ങി കിട്ടും. ഞങ്ങള് ഒരു വല എടുത്ത് അടുത്ത വല എടുക്കാൻ പോവുക. ഒത്തിരി മീനുണ്ട് ആ വള്ളത്തെ. അപ്പൊ കച്ചവടക്കാരൻ വരാമെന്ന് പറഞ്ഞ് ഇടപാടൊക്കെ ആക്കി കഴിഞ്ഞാണ് പുള്ളി ആ വലയെല്ലാം ഇട്ടത്. പക്ഷെ ഇപ്പം കച്ചവടക്കാരൻ വന്നില്ല. അങ്ങേർക്ക് നഷ്ടമൊന്നും ഉണ്ടാകത്തില്ല. അങ്ങേര് അത് ഉണങ്ങാൻ പോവാണ്. ഇപ്പം നല്ല വെയിലൊക്കെ അല്ലേ, അപ്പോൾ എളുപ്പം ഉണങ്ങി കിട്ടും. എന്തായാലും നമ്മൾ ഇവിടെ ഒരു വല, രണ്ടാമത്തെ വല ഇട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് എടുക്കാം. നമുക്കിത് ഫസ്റ്റിലെ ഒരു പള്ളത്തിയാണ് ചെറിയ കിടക്കിയത്. ജീവനുള്ള വള്ളത്തിയാണ്. നമുക്ക് വിടാം. വലയെ കടന്നു തരാൻ അവശതയുണ്ട്. എന്നാലും അത് ചാകത്തില്ല, ഓടിപ്പോയി. അത് കച്ചിപ്പറിലാണ് കിട്ടിയിരിക്കുന്നത് ഫസ്റ്റിലെ. ഉണ്ടോ? വീണ്ടും കുറുവ വന്നു. വള്ളം നേരെ നിൽക്കരുത്, വള്ളം വെട്ടി പോവുക. ഇന്ന് രാവിലെ തന്നെ നല്ല വെയില. ഇറമ്പി വന്നപ്പോഴും ഒരു പാലക്കടിയും പരല് കിടക്കുന്നത് കണ്ടോ? വല വലിച്ച് തീർന്നു. വലേന്നേ മീനെടുക്കാം ആദ്യം. പൂച്ചക്കുഞ്ഞു വന്ന് കരയുന്നുണ്ട്. ഇവന് 2 സൈസ് കണ്ണാണ്. അതിന് കൊടുക്കാം. നമുക്കിത്ര മീൻ കിട്ടിയല്ലോ. നമ്മളിങ്ങനെ മീൻ എടുത്തോണ്ടിരിക്കുക. ഇത് വലയക്കറി ഇടയ്ക്ക് എളുപ്പം എടുപ്പ് നടക്കത്തില്ല. ഉണ്ടോ? ഇതാണ് നമ്മുടെ ഇവിടെയൊക്കെ കച്ചിപ്പരലെന്ന് പറയും, വാലക്കൊടിയും പരലെന്ന് പറയും. ഉണ്ടോ? ഇന്ന് അത്ര 2 പരല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ മീനുടെ ഉള്ളു. അപ്പൊ നമ്മള് മൊത്തം മീൻ എടുത്തു കഴിഞ്ഞു. നമുക്കിന്ന് കിട്ടിയ മീൻ ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് തൂളി, കരിമീൻ, 2 കച്ചിപ്പരല് അല്ലെങ്കിൽ വാലക്കുടിയും പരല് അതും കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ ഞങ്ങളുടെ കാഴ്ചകൾ ഇതൊക്കെ ഉള്ളൂ.
അപ്പോൾ നമ്മൾ അടുത്ത ഒരു നല്ല കാഴ്ചയായിട്ട് വീണ്ടും വരാം.